എല്ലാവർക്കും ഒരിക്കൽ കൂടി അനുഗ്രഹീതമായ ക്രിസ്തുമസും നവവത്സരാശംസകളും പ്രത്യേകമായി നേരുന്നു. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇങ്ങനെ ഒരുമിച്ച് കൂടുകയും സംസാരിക്കുകയൊക്കെ ചെയ്യാറ് പതിവുണ്ട്. ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹമാണ് ഈ സമയത്ത് നമുക്ക് കൂടുവാൻ ഈ വർഷാവസാനം സാധിക്കുന്നത്. പ്രത്യേകമായ നമ്മുടെ ഇന്നത്തെ സന്ദേശം 26-ാം തീയതി നടക്കുന്നതായ മലങ്കര സഭാ ഭരണഘടനയുടെ നവതി ആചരണമാണ്. സഭയുടെ നട്ടെല്ലായ മലങ്കര സഭാ ഭരണഘടന അതിൻ്റെ ആധുനിക കാലഘട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ നിലയിൽ സഭയ്ക്ക് അതിൻ്റെ ഗമനത്തിൽ മാർഗദർശനം നൽകുന്നതായ ഒരു രേഖയാണ്. ആദ്യകാലങ്ങളിലൊക്കെ സഭയെ അർക്കദിയാക്കന്മാർ ഭരിച്ചിരുന്ന കാലത്ത് നാട്ടുനടപ്പനുസരിച്ചുള്ളതായ ഭരണരീതികളാണ് പള്ളിയോഗങ്ങളും മറ്റുമാണ് നടത്തിക്കൊണ്ടിരുന്നത്. അതിനുശേഷം സഭയിലെ മെത്രാന്മാരുടെ ചുമതലയിൽ ഇടവുകൾ തോറുമുള്ള ഭരണ സംവിധാനങ്ങൾ 1653 മാർത്തോമ 1 മുതലാണ് തുടങ്ങിയത്. അത് അഭംഗുരം കാത്ത് സംരക്ഷിക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് 1873 ആദ്യമായൊരു അസോസിയേഷൻ പരിമല വിളിച്ചു കൂട്ടുകയും അതനുസരിച്ച് ചില നിയമങ്ങളൊക്കെ ഉണ്ടാക്കുകയും ചെയ്യുന്നത്. ഇതിനു മുമ്പ് പ്രത്യേക സാഹചര്യങ്ങളുണ്ടായപ്പോൾ ചില തീരുമാനങ്ങളും മറ്റും ഉണ്ടാക്കുന്നതിന് മാവേലിക്കര സുന്നകദോസ് കൂടിയിട്ടുണ്ട്, കണ്ടനാട് സുന്നകദോസ് കൂടിയിട്ടുണ്ട്, ആർത്താറ്റ് സുന്നകദോസ് കൂടിയിട്ടുണ്ട്. അവിടെയെല്ലാം പടിയോലകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് സഭയുടെ ഭരണ സംവിധാനത്തെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്ന എന്താണ്, സഭ ഏത് രീതിയിൽ നയിക്കണം, അതിൻ്റെ ഭൗതികവും ആത്മീയവുമായ എല്ലാ കാര്യങ്ങളും ഏത് തരത്തിൽ നടത്തണമെന്നുള്ളതാണ്. അതിനുശേഷം മലങ്കര സഭയുടെ കാതോലിക്ക സ്ഥാപനം 1912 ഉണ്ടായതിനു ശേഷമാണ് സഭയ്ക്ക് അതിൻ്റെ നടത്തിപ്പിന് വ്യവസ്ഥാപിതമായ ഒരു രൂപരേഖ, പ്രവർത്തന ശൈലി, സ്കീം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചത്. വളരെ വർഷങ്ങൾ അത് എല്ലാ പിതാക്കന്മാരും ശ്രമിച്ചതിൻ്റെ ഫലമായിട്ടാണ് 1934 ഡിസംബർ 26-ാം തീയതി കോട്ടയം മാർ ഏലിയ കാത്തീഡ്രലിന്റെ അങ്കണത്തിൽ വെച്ച് അസോസിയേഷൻ കൂടി ഈ ഭരണഘടന പാസാക്കുകയും അന്നു മുതൽ ഈ ഭരണഘടന നിലവിൽ വരികയാണ് ചെയ്തിട്ടുള്ളത്. അന്നു മുതൽ ഇന്നുവരെയും മലങ്കര സഭയ്ക്ക് ഈ ഭരണഘടനയുടെ ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ടാണ് ഭരണം നിർവഹിക്കുവാൻ സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അതിൻ്റെ ഈ സമയത്തുള്ള നവതി ആഘോഷങ്ങളെന്ന് പറയുന്നത് ചരിത്രപരമായ ഒരു സംഭവമാണ് എന്നുള്ളതുകൊണ്ട് ആ ചരിത്രത്തിന് സാക്ഷ്യം വഹിക്കാൻ ഇന്നത്തെ തലമുറയിൽ നമ്മളെല്ലാവരും ഉണ്ട്. അത് വരും തലമുറയ്ക്ക് അതിൻ്റെ പവിത്രതകളും അതിൻ്റെ പ്രാധാന്യവും കാണിച്ചു കൊടുക്കുവാനായിട്ട് ഈ സമ്മേളനം ഉപയുക്തമാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മാധ്യമ പ്രവർത്തകരെല്ലാവരും ഇന്ന് ഇവിടെ ഞങ്ങളോടൊപ്പം സഹകരിച്ചതുപോലെ തന്നെ നാളെ 26-ാം തീയതി നടക്കുന്ന പരിപാടികളിലും ഏലിയാക്കത്തിൽ വന്ന് സംബന്ധിക്കണമെന്ന് താല്പര്യപ്പെടുന്നു. നിങ്ങളെല്ലാവരും അതിലേക്ക് ഔദ്യോഗികമായി ക്ഷണിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ എല്ലാ സഹകരണത്തിനും നന്ദി നേരത്തെ അറിയിപ്പിക്കുന്നു. നിങ്ങളുടെ ഈ വർഷാവസാനം കൊടുക്കുന്ന ഈ പരിപാടികൾ ഏറ്റവും ഭംഗിയായിട്ടും കൃത്യമായിട്ടും എന്നും നിങ്ങൾ മലങ്കര സഭയോട് അനുകൂലമായിട്ടും മലങ്കര സഭയ്ക്ക് വളരെ സന്തോഷം നൽകുന്ന രീതിയിൽ നിങ്ങളെല്ലാവരും പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ ഞങ്ങൾക്ക് അധികം സന്തോഷമുണ്ട്. ഉള്ള നന്ദി അർപ്പിക്കുന്നു. തുടർന്നും ആ സഹകരണം മുന്നോട്ടുണ്ടാകണമെന്നുള്ള കാര്യം ഓർമ്മിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കും.
ഓക്കെ. തിരുമേനിയുടെ പ്രത്യേകിച്ച് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ നരേന്ദ്രമോദി പങ്കെടുത്ത വിരുന്ന് നാടകമാണെന്നുള്ള തരത്തിലുള്ള ഒരു പ്രതികരണമുണ്ട്. ഈ ഒരു വിഷയത്തിൽ സഭയുടെ ഔദ്യോഗികമായിട്ടൊരു പ്രതികരണം അല്ലെങ്കിൽ ആ ഒരു പ്രതികരണത്തോടുള്ള മറുപടി എന്താണ്? സഭയ്ക്ക് അങ്ങനെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെയോ പ്രസിഡന്റിന്റെയോ ഒന്നും പ്രസ്താവനകളോട് അങ്ങനെ ഒരു നിഷേധാത്മകമായ സമീപനമില്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും എല്ലാ സ്ഥാനികളെയുമൊക്കെ നമ്മൾ വളരെയധികം ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു എന്നുള്ളതിന് സംശയമില്ല. അതുപോലെ തന്നെ സഭയ്ക്ക് ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ് ക്രിസ്തീയ സഭകളുടെ പല ദേവാലയങ്ങളും പല അതും നശിപ്പിക്കപ്പെടുന്നു എന്നുള്ളത്. അതിന് സഭ ഉത്കണ്ഠാകുലരാണ്. കഴിഞ്ഞ ദിവസവും പുൽക്കൂട് നശിപ്പിക്കുകയൊക്കെ ചെയ്തു എന്നുള്ളത് പത്രത്തിൽ വന്നു. എന്നാൽ ബഹുമാനപ്പെട്ട മന്ത്രി ജോർജ് കുര്യന്റെ പ്രസ്താവന ഇന്നത്തെ പത്രത്തിലുണ്ടായിരുന്നു. അതിൽ അദ്ദേഹം ഖേദിക്കുന്നു. ആരായിരുന്നാലും അങ്ങനെ ചെയ്യാൻ പാടില്ല. മറ്റ് എല്ലാവരും എല്ലാ മത നേതാക്കന്മാരുടെയും അല്ലെങ്കിൽ മതാധ്യക്ഷന്മാരുടെയും ഗുരുക്കന്മാരുടെയും ഓർമ്മകൾ ആചരിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യേണ്ടതാണെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു രീതിയിൽ ഒരിക്കലും നമ്മൾ അതിനെക്കുറിച്ചൊരു നിഷേധാത്മകമായ പ്രതികരണത്തിന് ആവശ്യമില്ല. എന്നാൽ അതേ സമയത്ത് സഭയുടെ ആശങ്കകൾ ഉണ്ട് എന്നുള്ളതായ സത്യം മറച്ചു വെക്കുന്നുമില്ല. സാധാരണ വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിലാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ. ഏറ്റവും ഒടുവിൽ പാലക്കാടാണ് തീവ്ര ഹിന്ദു സംഘടനകൾ കരോൾ സർവീസ് സംഘങ്ങളെ വിദ്യാർത്ഥികളെ തടയുകയും പുൽക്കൂട് തകർക്കുകയും ചെയ്തത്. അപ്പോഴൊരു അതിലൊരു ആശങ്ക പ്രകടിപ്പിക്കും. അപ്പോൾ അതൊക്കെ നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്നു എന്നുള്ളത് കുറച്ചുകൂടി ഗൗരവപ്പെട്ട വിഷയമല്ലേ? സഭ ആ നിലയ്ക്കൂടെ അതിനെ കാണുന്നത്. നമ്മളെ ഞാൻ പറഞ്ഞല്ലോ, എല്ലായിടത്തും എവിടെയാണെങ്കിലും ഇന്ത്യയിൽ എവിടെയാണെങ്കിലും നടക്കുന്നത് ശരിയല്ല. അത് വടക്കൻ പ്രദേശത്താണെങ്കിലും തെക്കൻ പ്രദേശത്താണെങ്കിലും. പിന്നെ ഇവിടെ കൂടുതൽ ക്രിസ്ത്യാനികൾ തിങ്ങി പാർക്കുന്ന ഒരു സ്ഥലമാണ് കേരളം എന്നുള്ളതുകൊണ്ട് അതിന് ആശങ്കകൾ ഉണ്ടാകാൻ സാധാരണമാണ്. പലപ്പോഴും വ്യത്യസ്തമായിരിക്കുന്ന രീതിയിൽ അതിനെ വാദമുഖങ്ങളായിട്ട് പോകേണ്ട ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. സഭയ്ക്ക് അങ്ങനെ ഒരു പ്രത്യേക നിലപാടില്ല. ഞാൻ നേരത്തെ പല പ്രാവശ്യവും നിങ്ങളിവിടെ വന്നിട്ടുള്ള സമയത്തൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും നേതാക്കന്മാരോടും സഭയ്ക്ക് ഒരു സമദൂര സമീപനമാണുള്ളത്. ഒരിക്കലും എന്നാൽ അവരുടെ ഭാഗത്ത് നിന്ന് ചിലപ്പോൾ ഒരാളിന്റെ ഭാഗത്തു നിന്ന് പല രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരുടെയും ഭാഗത്തു നിന്നൊക്കെ അണികളുടെ ഭാഗത്തു നിന്നുമൊക്കെ വ്യത്യസ്തമായ ചില അനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതിലൊക്കെ സഭ അവധാനപൂർവ്വം അത് കാണുന്നു. ദോഷകരമായൊന്നും സംഭവിക്കുകയില്ല എന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു വശത്ത് ക്രിസ്മസ് ആഘോഷിക്കാനൊക്കെ ആഹ്വാനം പ്രധാനമന്ത്രി അടക്കമുള്ള അല്ലെങ്കിൽ നേതാക്കളൊക്കെ പറയുകയും കൂട്ടായ്മകളും ഭവന സന്ദർശനങ്ങളൊക്കെ നടത്തുന്നു. മറുവശത്താണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കേരളത്തിലടക്കം സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് ഇതൊരു നിലപാടിനാണ് ചോദിക്കുന്നത്. പറ്റുമോ? അതിനെ ഒരിക്കലും നമ്മൾ ആ തരത്തില് ഏതെങ്കിലും ഒരു ഒറ്റപ്പെട്ട സംഭവം വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിന് ഒരു എതിരായിരിക്കുന്ന ഒരു കലാപം ഉണ്ടാക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. കാരണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ബിജെപിയുടെ തന്നെ ആളാണ് ജോർജ് കുര്യൻ മന്ത്രി. അദ്ദേഹം തന്നെ അതിനെ അപലപിച്ചുകൊണ്ട് ഇന്നത്തെ പത്രത്തിൽ എഴുതുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു വിവാദങ്ങളിലേക്ക് പോകേണ്ട ആവശ്യമില്ലെന്നുള്ളതാണ് സഭ കണക്കാക്കുന്നത്. അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ നിലപാട് നിശ്ചയമാണ്. സഭ ഔദ്യോഗികമായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ബാബാതിരുമേന്റെ അനുവാദത്തോടെ സഭയുടെ ഔദ്യോഗിക നിലപാട് എന്ന നിലയിൽ പത്രമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കണം. സഭയുടെ അല്ലെങ്കിൽ ഓർത്തഡോക്സ് സഭയുടെ ഔദ്യോഗികമായ നിലപാടുകൾ പ്രഖ്യാപിക്കുന്നത് അവിധമൊന്ന് പ്രിയപ്പെട്ട ആളുകളൊന്നും മനസ്സിലാക്കണം. ഒന്ന്, സഭയുടെ ഔദ്യോഗികമായ നിലപാട് ഇപ്പോൾ ബാബാതിരുമേനി പ്രഖ്യാപിച്ചത് സഭയുടെ ഔദ്യോഗിക നിലപാടാണ്, ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റാണ്. അല്ലെങ്കിൽ പരിശുദ്ധ എപ്പിസ്കോപ്പോസ് കൂട്ടായി ചിന്തിച്ച് അതിന്റെ ഒരു പ്രസ് റിലീസ് വരും, അതൊരു ഔദ്യോഗിക നിലപാടാണ്. സഭയ്ക്ക് മാനേജിംഗ് കമ്മിറ്റി, ആലോചന സമിതി ഉൾപ്പെടെയുള്ള സമിതികളുണ്ട്, അവരുടെ പ്രസ് റിലീസ് വരും. ഈ മൂന്ന് തരത്തിൽ മാത്രമേ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ഒഫീഷ്യൽ നിലപാട് എന്ന നിലയിൽ നിങ്ങൾ വാർത്ത കൊടുക്കാവൂ.
അല്ലാതെ മലങ്കര സഭയിലെ എല്ലാ ആളുകൾക്കും അവരവരുടെ അഭിപ്രായം പറയാൻ സഭയ്ക്കുള്ളിൽ സ്വാതന്ത്ര്യമുണ്ട്, ജനാധിപത്യ സ്വാതന്ത്ര്യമുണ്ട്. അത് അവരവരുടെ അഭിപ്രായം പറയും, അങ്ങനെ കാണാവൂ. സഭയുടെ നിലപാട് ഭാവാതിരുമേനി പ്രഖ്യാപിക്കുന്നതും സിനഡിന്റേതും സമിതിയിലുമാണ്, എങ്ങനെ കാണാവൂ. ഓർത്തഡോക്സ് സഭയുടെ നിലപാട് എന്ന നിലയിൽ പലപ്പോഴും സ്ട്രോൾ ചെയ്തുകൊണ്ടാണ് അത് പറയേണ്ടി വന്നത്. വനനിയമ ഭേദഗതിയായിട്ട് സർക്കാർ വനനിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാർ അതിന് നിയമം പഠിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് വരികയാണ്. പല ക്രൈസ്തവ സംഘടനകളും അതിൽ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഓർത്തഡോക്സ് സഭ വിഷയം ശ്രദ്ധിച്ചു. വനനിയമ പരാമർശങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കിതുവരെ ലഭിച്ചിട്ടില്ല. അവര് ഏതെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്ന് നമുക്കറിയില്ല. ഒന്ന്, ഓരോ രാഷ്ട്രീയ പാർട്ടികളും, പ്രത്യേകിച്ച് ഇന്നലെ ഞാൻ മന്ത്രി ജോസ് കെ മാണിയുടെ ഒരു പ്രസ്താവനയാണ് വായിക്കാനിടയായി. അപ്പോൾ ഏതോ കാര്യങ്ങളൊക്കെ അനുകൂലമല്ലാത്തതുണ്ടാകുന്നു എന്ന് മനസ്സിലാക്കി. പക്ഷേ ആ നിയമത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ എന്താണെന്നും അതിന്റെ പരാമർശങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്കിതുവരെ ലഭ്യമായിട്ടില്ല. ലഭ്യമാകുമ്പോൾ യുക്തമായ രീതിയിൽ അതിനെ പ്രതികരിക്കാനാണ് സഭ ആഗ്രഹിക്കുന്നത്. പാത്രികീസ് ബാബ പറഞ്ഞ സഭകൾ ഒന്നിക്കേണ്ട ഒരു സമയമായി വരുന്നു എന്ന് പറഞ്ഞു. അങ്ങയുടെ ഒരു അഭിപ്രായം? ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ക്രിസ്തുവായിക്ക് മുമ്പേ കാതലിക് ബാബ പറഞ്ഞതാ. അതൊന്നും എങ്ങനെ പറയണം. ആദ്യം പറഞ്ഞത് കാതലിക് ബാബ തിരുമേനിയല്ല, ബഹുമാനം കുറവുകൊണ്ടല്ല. ഈ സന്ദേശം ആദ്യം പറഞ്ഞത്, മലങ്കര സഭയിൽ ആദ്യം പറഞ്ഞത് കാതലിക്ക ബാബമാരാണ്. മധ്യസ്ഥതയും ബാബയുടെ മുൻഗാമിയായിരുന്ന പൗരസ്തുതിയും ബാബായും അതിന് മുമ്പിൽ ഭാഗ്യസ്മരണാർഹനായി ഈ സിംഹാസനത്തിലിരുന്ന പിതാക്കന്മാരാണ് സമാധാനത്തെപ്പറ്റി ഈ സഭയോട് ആദ്യമായി പറഞ്ഞത്. ആ സമാധാന ആഹ്വാനം പത്രീസ് ബാബമാർ ഉൾക്കൊണ്ടിരുന്നെങ്കിൽ ഇപ്പൊ ഈ വിഷയം ചർച്ച ചെയ്യേണ്ട കാര്യമേ ഇവിടെയുണ്ട്. അപ്പൊ മാത്യു സുധീം ബാബ ആഹ്വാനം ചെയ്ത സമാധാന ആഹ്വാനം ഇന്നും നിലനിൽക്കുന്നു. തിരുവനയാണ് ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. പത്രീസ് അങ്ങനെ ഞങ്ങൾ പറഞ്ഞപ്പോഴാണ് പറഞ്ഞത്. പത്രീസ് ബാബയ്ക്ക് മുമ്പേ ഈ സമാധാന ആഹ്വാനം നടത്തിയത് മലങ്കര സഭയുടെ കാതോലിക്ക മാത്യു സുധീം ബാബ തിരുവന. അതുകൊണ്ട് ഞാൻ ഇടപെട്ട് പറഞ്ഞതേ ഉള്ളൂ. അത് മാത്രമല്ല, ഞാൻ ശുഭപ്രതീക്ഷയിലായിരുന്നു. എനിക്ക് യാതൊരു സംശയവും അതിനെക്കുറിച്ചില്ല. കാരണം 58 വിധി ഉണ്ടായപ്പോൾ അന്ന് ഗീവറീസ് ദിദിയൻ കാതോലിക്ക ബാബ സമാധാന ആഹ്വാനം ചെയ്തു. അന്ന് സഭ ഒന്നായി. 58 മുതൽ 74 വരെ സഭയ്ക്ക് ഒരു പ്രയാസമില്ലാതെ എല്ലാവരും 1934 ഭരണഘടനയും കോടതി വിധിയും അംഗീകരിച്ചുകൊണ്ട് സമാധാനത്തിൽ നിന്നു. 75 പിന്നെ അതിനൊരു മാറ്റം വന്നത്. പക്ഷെ അതിന് ഞങ്ങൾ പ്രയാസമുണ്ടായിരുന്നു. എങ്കിലും 95 വിധി വന്നതോടുകൂടെ മാത്യു ദിദിയൻ ബാബ തിരുമേനി സമാധാനാശ്വാസം ചെയ്തു. അനേകര് സഭയിൽ ചേർന്നു. സഭയിൽ ചേർന്നു എന്ന് ഞാൻ പറയുന്നത് ഈ കോടതി വിധിയും ഭരണഘടനയും അംഗീകരിച്ചു. സമാധാനമുണ്ട്. കുറച്ചു പേര് വിഘടനമായി നിന്നു, മാറി നിന്നു. അവർ വീണ്ടും അതിനെക്കുറിച്ചുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ഓരോ പള്ളികളെക്കുറിച്ചുള്ള വന്നു. പിന്നെയും കേസുകളുണ്ടായി. 2017 കോടതി വിധി ഉണ്ടായി. എന്റെ മുൻഗാമി പൗരസ്തുതിയും കാതോലിക്ക ബാബ അതുണ്ടായ സമയത്ത് തന്നെ മുൻഗാമികൾ പറഞ്ഞതുപോലെ തന്നെ ഭരണഘടനയും കോടതി വിധിയും അംഗീകരിച്ചുകൊണ്ട് നമുക്ക് ഒന്നാകാം, വേർതിരിഞ്ഞ് നിൽക്കണ്ട എന്ന് പറഞ്ഞത്. പക്ഷെ അത് സ്വീകരിക്കാൻ കുറച്ചുപേരെ തയ്യാറായുള്ളൂ, മറ്റുള്ളവർ തയ്യാറായിട്ടില്ല. ഈ വിധി വന്നതായ സമയത്തും ഇപ്പോഴും ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു കഴിഞ്ഞു, മലങ്കര സഭയ്ക്ക് ഒരു വ്യവസ്ഥാപിതമായ ഭരണഘടന 34 ഭരണഘടനയുണ്ട്. അത് എല്ലാ കോടതികളും അംഗീകരിച്ച്, സുപ്രീം കോടതിയും അംഗീകരിച്ച് ഇന്നുവരെയും അതിന്റെ യാതൊരു സാധുതയും ചോദ്യം ചെയ്തിട്ടില്ല. അപ്പോൾ കോടതി വിധി എന്ന് പറയുന്നത്, സുപ്രീം കോടതി വിധി ഈ രാജ്യത്തിന്റെ നിയമമാണ്. ഈ രാജ്യത്തിന്റെ നിയമം അനുസരിച്ചും പോകുമ്പോൾ അതിനകത്തെ ഒരു ഭാഗമാണ് 34 ഭരണഘടന എന്ന് പറയുന്നത്. അല്ലാതെ ഒരു ചട്ടക്കൂടില്ലാതെ നമുക്ക് ജീവിക്കാനുണ്ട്. അത് അനുസരിച്ച് പോകണമെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. 2017 കോടതി വിധി പറഞ്ഞിരിക്കുന്നു, മലങ്കര സഭയ്ക്ക് 34 ഭരണഘടന അല്ലാതെ വേറൊരു ഭരണഘടന പാടില്ല എന്നുള്ളത് 2002 ഉണ്ടാക്കിയ ഒരു ഭരണഘടന സാധ്യമല്ല എന്ന് വ്യക്തമായിട്ട് കോടതി വിധി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അത് ഒരുമിച്ച് ചേർന്ന് നമുക്ക് ഒരുമിച്ച് പോകാം. ഇന്നും അതിനകത്ത് യാതൊരു കുറവില്ല. ഞങ്ങളുടെ നിലപാട് ഈ 58 നിലപാട് തന്നെ ഈ 2024 നിലപാട്.
ഈ പുതിയ സുപ്രീം കോടതി വിധിയിലെ 2017 വിധിയിലെ സംശയം പ്രകടിപ്പിച്ചായിട്ട് പറയുന്നുണ്ട്. അത് സഭ എങ്ങനെയാണ്? എന്താ സംശയം പ്രകടിപ്പിച്ചെന്നറിയില്ല. കാരണം 2017 വിധിയിൽ കോലഞ്ചേരിപ്പള്ളി ഉൾപ്പെടെ 3 4 പള്ളികളെ ഉണ്ടായിരുന്നുള്ളൂ. അത് മലങ്കരയിലെ എല്ലാ സഭയ്ക്കുമായിട്ട് മൊത്തത്തിലൊരു വിധിയായിട്ടാണ് സംശയം പ്രകടിപ്പിച്ചെന്നാണ് എന്ന് പറഞ്ഞത്. അത് സംശയം പ്രകടിപ്പിച്ചെന്ന് പറഞ്ഞാലും അത് ഉണ്ടായിരിക്കാം, എനിക്കറിയില്ല. കാരണം സുപ്രീം കോടതി വിധി പിന്നെ അങ്ങനെയുള്ള ഒരു പരാമർശമില്ല, നേരെ തിരിച്ചാണ്. സുപ്രീം കോടതി വിധിയിലെ അവസാനത്തെ ഭാഗത്ത് 28 പോയിന്റ്സ് പറയുന്നുണ്ട്. അതിൽ 3ാമത്തെ പോയിന്റ്സ് പറയുന്നത് ഇത് ഈ പള്ളികളെ സംബന്ധിച്ചുള്ളതാണെങ്കിലും എല്ലാ പള്ളികൾക്കും ഇത് ബാധകമാണെന്ന് വളരെ വ്യക്തമായിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അതിനെ പിന്നെ ആർക്കും സംശയിക്കാൻ ഒക്കെയില്ല. പിന്നെ കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് വിശദമായി ഞാനിവിടെ പറയാൻ ഒക്കെയില്ല. ഞങ്ങൾക്കൊരാശങ്കയില്ല. ഞങ്ങൾ എന്നും സുപ്രീം കോടതി വിധി അംഗീകരിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. എന്ത് വന്നാലും ഒരു വിരോധമില്ല, യാതൊരു വിരോധമില്ല. കാരണം 2002 മണിമറ്റത്തിന്റെ നേതൃത്വത്തിൽ പള്ളികളുടെ കണക്കെടുത്തല്ലോ. ഞങ്ങൾക്കൊരാശങ്കയില്ല. അതിനുവേണ്ടി 50,000 രൂപ കെട്ടിവെച്ചതാണ് ഞങ്ങള്. അത് അവരുടെ കാര്യം, ഞങ്ങളുടെ കാര്യമാണ്, സഭയുടെ കാര്യമാണ്. പരിശുദ്ധ ബാബാരിയുടെ അനുവാദത്തോടെ പരിശുദ്ധ ബാബാരിമേൽ ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞല്ലോ. മലങ്കര സഭയുടെ വിശ്വാസികൾ മലങ്കര സഭയുടെ ഭരണഘടനയെ പോലെ മാത്രമല്ല ഇന്ത്യയിലെ ഈ രാജ്യത്ത് നിയമം അനുസരിക്കുമെന്ന് സഭ പ്രഖ്യാപിച്ചു. മറുപക്ഷം ഇന്ന് പ്രഖ്യാപിച്ചാൽ മതി, ഇത് വിഷയം തീരും, സമാധാനം ഉണ്ടാവും. കാരണം കോടതി വിധി അവർക്ക് അനുകൂലമാകുമ്പോൾ അവര് അതിനെ പുകഴ്ത്തുകയും കോടതി വിധി അവർക്കെതിരാകുമ്പോൾ അതിനെ തള്ളിപ്പറയുകയും ചെയ്യുന്നതാണ്. പരിശുദ്ധ ബാബാരിമേനോട് പ്രഖ്യാപിച്ചത് കോടതി വിധി എന്താണ്, ഈ രാജ്യത്തെ നിയമം എന്ത് പറയുന്നു അത് ഈ സഭ അനുസരിക്കുമെന്ന് പറഞ്ഞു. അതാണ് ഏറ്റവും വലിയ അനുസരണമാണല്ലോ ഏറ്റവും വലിയ. അത് സഭ പറഞ്ഞു കഴിഞ്ഞു, അതിന് മേളിലൊന്നുമില്ല. സാറ് പറഞ്ഞൊരു പക്ഷേ അത് കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്നതാണ്. കൃത്യമായിട്ടുള്ള രേഖകൾ കോടതിയിൽ സഭ പരിശുദ്ധ ബാബാരിമേനെ ഹാജരാക്കുന്നതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ബാബാജിയുടെ അനുഭവത്തിലൂടെ ഞാനും ഒന്ന് ചോദിച്ചിട്ട് പള്ളികളുടെ കണക്കെടുക്കുക എന്ന് പറയുമ്പോൾ ഓർത്തഡോക്സ് സഭ ഭയങ്കര ആശങ്കയുള്ള ധാരണ ദയവായി ഉത്തരവാദിത്ത സുഹൃത്തുക്കൾക്ക് ഉണ്ടാകരുത്. പള്ളിയുടെ കണക്കെടുത്തതാണ്, ഞങ്ങളല്ല എടുത്തത്. സുപ്രീം കോടതി നിരീക്ഷകർ മണിമൺ റിട്ടയർഡ് ജസ്റ്റിസിനെ കൊണ്ടുവന്ന് മണിമണിനെ കൊണ്ടുവന്ന് രണ്ടുപേരെയും സഹകരിപ്പിച്ച് ലിസ്റ്റ് എടുത്തതാണ്. ആ ലിസ്റ്റ് അപ്പം മണിലെടുക്കാമല്ലോ. ഒരു പ്രയാസമുള്ള വ്യത്യാസം അന്ന് രണ്ടും കൂട്ടരും കേസിന്റെ സമയത്ത് ഈ മലങ്കര മെത്രാപ്പൊലീത്ത ആരാണെന്നറിയണം, അതിന് ഭൂരിപക്ഷം ഉണ്ടോ എന്നറിയണം ഒക്കെ പറഞ്ഞത്. അങ്ങനെയാണ് എടുത്തപ്പോൾ രണ്ടു കൂട്ടരും സമ്മതിച്ചു. 50,000 രൂപ വീതം കെട്ടിവെച്ച് സന്തോഷമായി സ്വീകരിച്ചു. അപ്പൊ അത് കഴിഞ്ഞപ്പം എന്തിനാണ് അവർ മാറിയെന്ന് നമുക്കറിയില്ല. അവർ മാറേണ്ട ആവശ്യമില്ലായിരുന്നു, അവർക്ക് ഒരുമിച്ച് വന്ന് കൂടാമായിരുന്നു. അതിനാണ് ചെയ്ത്. അന്ന് ആ അസോസിയേഷൻ കൂടി അവിടെ ഭംഗിയായിട്ട് എല്ലാ കാര്യങ്ങളും നടന്നു, എല്ലാ തെരഞ്ഞെടുപ്പുകളും നടന്നു, എല്ലാം ഭംഗിയായിട്ട് നടന്നു, ഒരു കുഴപ്പമില്ല. അതുപോലെ ഇന്നും അതാകുന്നതിന് നമുക്ക് യാതൊരു വിരോധമില്ല. കോടതിയുടെ പരിഗണനയല്ലേ കൂടുതൽ നമുക്കറിയുന്നുണ്ട്. ഇന്റർവ്യൂ ഓർഡേഴ്സ് മാത്രമേ കോടതി പുറപ്പെടുവിച്ചുള്ളൂ. തന്നെയല്ല നമ്മുടെ വക്കീലന്മാര് അവിടെ സുപ്രീം കോടതിയുടെ വിധിയെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് കോടതി പറഞ്ഞത് ഈ സുപ്രീം കോടതി വിധികളൊന്നും ഞങ്ങൾ പഠിച്ചിട്ടില്ല, ഇതിനെക്കുറിച്ച് വിശദമായി ചർച്ച വേണം, അതിനെ 29, 30 ജനുവരി അതിലേക്ക് മാറ്റിവെക്കാം എന്ന് പറഞ്ഞ് മാറ്റിവെച്ചിരിക്കുകയാണ്. അപ്പോൾ വിശദമായ ചർച്ചകൾ ഈ 29, 30 നടക്കും. അതിനുശേഷം കോടതി വിധിയുണ്ടാവും. എന്ത് വിധിയുണ്ടായിരുന്നാലും ഓർത്തഡോക്സ് സഭ അത് അംഗീകരിച്ചിരിക്കും. നിങ്ങളോടും ചോദിച്ചാൽ അപ്പുറത്തുനിന്ന് ചോദിക്കണ്ട, എന്ത് വിധി വന്നാൽ അംഗീകരിക്കും. അത് നമ്മുടെ കാര്യം, അതൊന്നും നമ്മുടെ കാര്യം, നമ്മളൊന്നും പറയേണ്ട ആവശ്യം. അത് തന്നെ അവിടെ തന്നെ, അതാണ് നമ്മുടെ ഉദ്ദേശം. വലിയ ഹോളിലേക്കോ അല്ലെ ഒന്നും പോകണ്ടാതെ ഞങ്ങൾ വിചാരിച്ചു. ആ സ്ഥലത്ത് തന്നെ ചിലവൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ അങ്ങനെ തന്നെ നടത്താമെന്ന് വിചാരിച്ചു. പരിശുദ്ധ ബാബാരിമയുടെ പ്രത്യേകത ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പാണ് ജനാധിപത്യത്തെയും എപ്പിസ്കോപ്പസിയും ഒരുപോലെ നിലനിർത്തി ഒരു ഭരണഘടന നിലവിൽ വന്നതെന്നുള്ളതാണ് അതിന്റെ ഒരു ബ്യൂട്ടി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിനും മലങ്കര നസ്രാണികൾ കോട്ടയത്ത് അക്ഷരനഗരിയിൽ ഒന്നിച്ചുകൂടി സഭയുടെ സ്വാതന്ത്ര്യത്തിന്റെ അടയാളമായ ഒരു ഭരണഘടന പാസ്സാക്കിയത്. അതുകൊണ്ട് അതിന് നല്ലൊരു പ്രാധാന്യം നിങ്ങൾ കൊടുക്കണം. അത് കാരണം അതൊരു ഐഡന്റിറ്റിയാണ്. പിന്നീട് ഇന്ത്യക്ക് ഭരണഘടന ഉണ്ടാകുന്നതിന് പോലും ഇതൊരു മാതൃകയാണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്.
മറ്റു ചോദ്യങ്ങളൊന്നുമില്ല എന്ന് വിശ്വസിച്ച് നമുക്കിത് അവസാനിപ്പിക്കാം.